മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോഴും 70,000-ത്തിലധികം ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട്ടിൽ കയ്യേറ്റം. കാത്തിപ്പാറ വില്ലേജിന്റെ ഭാഗമായി മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച പരിസ്ഥിതി സംഘടന. വയോധികം മാത്രമുള്ള സമയം KCB ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായും സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായി കേസ് വാദിക്കുകയാണ്. സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുണ്ട്. നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ആ തരത്തിൽ ഒരു സത്യവാങ്മൂലം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹൈക്കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 7-ാം തീയതിയാണ് ഹൈക്കോടതി ആ സത്യവാങ്മൂലം പരിഗണിക്കുന്നത്. 11-ാം തീയതി വിധി പറഞ്ഞു. ഇതിനിടയിൽ MP എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് വിധിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ അല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ അവർ തയ്യാറാകുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലുമാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം. അതല്ലാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ പൊറാട്ട് നാടകവുമായി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോഴും ഐക്യ കേരളം രൂപം കൊണ്ടതിനു ശേഷം സർക്കാർ ഏറ്റെടുത്ത പുറമ്പോക്കിൽ ചേർത്ത മൂന്നാറിലെ 70,000-ത്തിലധികം ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് കുത്തക കമ്പനി. വികസന പ്രവർത്തനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും വിതരണം നടത്താൻ ഭൂമിയില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് വൻകിട കമ്പനി ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത്.
തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ KDHP കമ്പനി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയിരുന്നത് 1,27,654.56 ഏക്കർ ഭൂമിയിലായിരുന്നു. പിന്നീട് ഐക്യ കേരളം രൂപം കൊണ്ട് ഭൂപരിഷ്കരണം നടപ്പിലായതോടെ 70,522.12 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് റവന്യൂ പുറമ്പോക്കിൽ ചേർത്തു. കമ്പനിയുടെ കയ്യിലുള്ളത് 57,192.65 ഏക്കർ. ഇതിന്റെ കൃത്യമായ റവന്യൂ രേഖകളും ഉണ്ട് എന്നത് ഏറെ പ്രസക്തമാണ്. ഇത് മാത്രമല്ല, മൂന്നാറിൽ ഓരോ പദ്ധതികൾക്കും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ഭൂമിയുടെ കണക്കും റവന്യൂ രേഖകളിൽ വ്യക്തമാണ്. ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ട ഭൂമി മൂന്നാറിലുണ്ട്. എന്നാൽ ഈ ഭൂമിയെല്ലാം ഇന്ന് ആരുടെ കയ്യിലെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: കണ്ണൻ ദേവൻ കമ്പനിയുടെ കൈവശം. എന്നുവച്ചാൽ സർക്കാർ ഏറ്റെടുത്ത് പുറമ്പോക്കൽ ചേർത്ത 70,522.12 ഏക്കർ സ്ഥലവും 1 രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് നൽകാതെ പ്രതിമാസം കോടികൾ കൊയ്തെടുക്കുന്ന വിളനിലമാക്കി മാറ്റിയിരിക്കുകയാണ്. 1971-74 ലാൻഡ് ബോർഡ് ആക്ട് പ്രകാരം സർക്കാർ അന്ന് ഏറ്റെടുത്ത ഭൂമി 70,000 ഏക്കർ സ്ഥലങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ 70,000 ഏക്കർ സ്ഥലങ്ങളിൽ ബാലൻസ് വരുന്ന സ്ഥലങ്ങൾ 28,400 ഏക്കർ കൂടുതൽ സ്ഥലങ്ങൾ സർക്കാർ ഉടനെ ഏറ്റെടുക്കണമെന്നും അതിൽ പാവപ്പെട്ട തൊഴിലാളികൾ വീട് പണികണമെന്നുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നും ബിജു പ്രഭാകർ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2016 സബ്മിറ്റ് ചെയ്ത ബിജു പ്രഭാകർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതല്ലാതെ സർക്കാർ പൊണ്ണും വിലയ്ക്ക് മേടിച്ച് ഹൗസ് സൈറ്റിനും മൂന്നാർ സൈറ്റിനും വേണ്ടി മേടിച്ചിട്ടുള്ള 2,236 ഏക്കർ സ്ഥലം 1-2 ഏക്കറല്ല, 70,522 ഏക്കർ ഭൂമിയാണ് ഒരു പാട്ടക്കാശും നൽകാതെ ഒരു രേഖയുമില്ലാതെ കുത്തക കമ്പനി കൈവശം വെച്ചിരിക്കുന്നത്. ഈ ഭൂമി തിരിച്ചുപിടിക്കാതെ, ഇതിനെതിരെ നടപടി സ്വീകരിക്കാതെ എങ്ങനെയാണ് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഇവിടെ പൂർണ്ണമാകുക എന്ന ചോദ്യമാണ് ഉയരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട്ടിൽ കയ്യേറ്റം. കാന്തിപ്പാറ വില്ലേജിന്റെ ഭാഗമായ മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട സംഘടന ജില്ലാ കളക്ടർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പരാതി നൽകി. ജില്ലയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലമുകളുകൾ വൻതോതിൽ കയ്യേറുന്നുവെന്നാണ് ഗ്രീൻ കെയർ കേരള കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയിലും പരിസ്ഥിതി പ്രവർത്തകർ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗംമേട്ടിൽ നേരിട്ടെത്തിയപ്പോഴാണ് മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയതായി കണ്ടെത്തിയത്. പ്ലോട്ട് തിരിച്ച അവസ്ഥയിലാണ് സ്ഥലങ്ങളെന്നും പുൽമേടുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ടെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ. അവർ ഇവിടെയുള്ള പുൽമേടുകൾ മൊത്തമായി തന്നെ ചെത്തി നശിപ്പിക്കുകയും കളനാശിനി ഒഴിച്ച് പുല്ലുകൾ കളയുകയും അതുപോലെ തലങ്ങും വിലങ്ങും ഇത്രയും ഉയരത്തിൽ അവർ വഴിവെട്ടി വളരെയധികം സ്ഥലങ്ങൾ ഇവർ മുൾവേലിയിട്ടും പച്ചനെറ്റ് തിരിച്ചും ഇവർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരറിയാതെ ഈ സ്ഥലം ഇവർക്ക് കയ്യേറാൻ സാധിക്കില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ടൂറിസത്തിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ആരും കേൾക്കാത്ത കുറേ ഫ്രൂട്ട്സിൻ്റെ കൃഷിയാണെന്നും പറഞ്ഞ് കയറുകയും പിന്നീട് ഇവർ ഇവിടെ റിസോർട്ടായി ഹോം സ്റ്റേ ആയി അങ്ങനെ ഈ സർക്കാർ ഭൂമി കോടാനുകോടി വിലമതിക്കുന്ന പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ സ്ഥലം ഇവർ കൈക്കലാക്കുന്നു. മുമ്പും ഇതേ മലമുകളിൽ അനധികൃതമായി റോഡ് നിർമ്മാണം നടത്തിയത് റവന്യൂ വകുപ്പ് കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷവും വ്യാപകമായി മേഖലയിൽ കയ്യേറ്റം നടത്തുന്നുവെന്നാണ് ആരോപണം. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന മലമുകളിലെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടാണ് റിസോർട്ട് ഭൂമാഫിയ ഇവിടെ കടന്ന് കയ്യേറ്റം നടത്തുന്നതെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട ഗ്രീൻ കെയർ കേരള ജില്ലാ കളക്ടർ, റവന്യൂ മന്ത്രി, വിജിലൻസ് ഡയറക്ടർ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവർക്ക് പരാതിയും നൽകി. സിറ്റി വിഷൻ, സേനാപതി. വയോധികം മാത്രമുള്ള സമയത്ത് KCB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തി അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. രാജകുമാരിയിലാണ് സംഭവം. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KCB അറിയിച്ചു. രാജകുമാരി ശല്ലിയിൽ
സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത്. 75 വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. KECB ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. പണമടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുകയായിരുന്നു. അടച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. പട്ടണ പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞ് പൈസ അടച്ചതാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേഗം തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും വന്നപ്പോൾ കാലും കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ. വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് അപ്പോൾ കടലാസൊന്നും തന്നില്ല, ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അപ്പുറം വീട്ടിൽ ചെന്നു, അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ഇല്ല. പിന്നീട് കുടുംബാംഗങ്ങളെത്തി രാജകുമാരി KECB ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്നറിഞ്ഞത്. ഇന്നലെ കസ്റ്റമർ കെയറിൽ നിന്ന് കംപ്ലൈൻറ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇന്നലെ അവിടെ പോകുന്നതിന് മുമ്പായി പോയ സമയത്ത് തന്നെ ആൾക്കാർ അവിടെ വയലൻ്റ് ആണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ജീവനക്കാരെ കയറ്റം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നു. അപ്പോൾ ആ വിവരം വൈസ് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞതായിരുന്നു. നിലവിലത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ്. നിലവിൽ അതിനകത്ത് നമ്മുടെ DC ലിസ്റ്റ് വരാത്തതായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്, ശരിക്കും എന്താണ് കാര്യം സംഭവിച്ചെന്നുള്ളത്. സംഭവം KECBയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഞാൻ ഓഫീസിൽ പോയി, ആദ്യം ഫോൺ വിളിച്ചാൽ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വന്നില്ല. പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കി. സാറേ കമ്പ്യൂട്ടറിൽ നോക്കി കഴിഞ്ഞപ്പോൾ പൈസ അടച്ചിട്ടുണ്ട്, 1500 അടച്ചിട്ടുണ്ട്, പിന്നെ 56 പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് KECB അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ദേശീയപാത നിർമ്മാണ വിഷയത്തിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് A. രാജ MLA. ദേശീയപാത 85 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ദേശീയപാത നിർമ്മാണം തടയുകയല്ല ചെയ്തതെന്ന് MLA അടിമാലിയിൽ പറഞ്ഞു. ആവശ്യത്തിലധികം മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അത് അന്വേഷിച്ച് റിപ്പോർട്ട് തേടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ജില്ലയിലെ MP അടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും A. രാജ MLA പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസും അതുപോലെ ഇടുക്കി MPയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. MN ജയചന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ്, അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജി, ആ ഹർജിയിലെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹാസ് ഡെലിബറേറ്റ്ലി പ്രൊസീഡഡ് ടു കട്ട് several trees beyond the permission granted under Exhibit P4. ഈ ഉത്തരവെന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ ഭാഗമായി നേര്യമംഗലം മുതൽ വാളരെ വരെയുള്ള പ്രദേശത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി NHAI ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നു. ജില്ലാ കളക്ടർ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഒരു ഉത്തരവ് കൊടുത്തു. മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി അവർ ലിസ്റ്റ് നൽകുന്നു. ഈ മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മരങ്ങൾ മുറിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ മരങ്ങളാണ് അവിടെ നിന്ന് മുറിച്ചിട്ടുള്ളത്. മറ്റൊന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അത് റിസർവ് ഫോറസ്റ്റാണ്. റിസർവ് ഫോറസ്റ്റ് ആകുമ്പോൾ കേന്ദ്ര വനമന്ത്രാലയത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവിടെ വർക്കുകൾ നടക്കുന്നത്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് കൂടുതൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന Exhibit P4 എന്ന് പറയുന്ന കളക്ടർ പെർമിഷൻ നൽകിയിട്ടുള്ള ആ പെർമിഷനിൽ നിന്ന് കൂടുതൽ മരങ്ങൾ അവിടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി അടിയന്തരമായി റിപ്പോർട്ട് തേടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നലെ കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടക്കുന്ന റോഡ് വർക്കുകൾ കോടതി തടസ്സപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു ഉത്തരവും കോടതി പിറപ്പിച്ചിട്ടില്ല. ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 നിർമ്മാണത്തിന് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെ കോടതിയിൽ ഹർജി നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രന്റെ വീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. അടിമാലിയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് തൊടുപുഴയിലെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MN ജയചന്ദ്രന്റെ വീടിന്റെ ഗേറ്റ് പൂട്ടി.
വനംവകുപ്പുമായുള്ള MN ജയചന്ദ്രന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഹർജിക്ക് പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. സമരശേഷം പോലീസ് എത്തിയാണ് ഗേറ്റ് തുറന്നുകൊടുത്തത്. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ, ദേവികുളം അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരപരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി MA അൻസാരി ഉദ്ഘാടനം ചെയ്തു. ഇദ്ദേഹം BJPയുടെ മാത്രമാണല്ല, സർക്കാരിന്റെയും കൂടെയാണ്. സർക്കാരിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഇദ്ദേഹമാണ് മുഖ്യ ക്ഷണിതാവ്. നിങ്ങൾക്കറിയാം, വനംവകുപ്പിന്റെ ബിനാമിയും കൂടിയാണ്. കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം കൈപ്പറ്റിക്കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഇടുക്കിക്കാരെ ഒറ്റുകൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിലാൽ സമദ്, അനിൽ കനകൻ, ഷാനു, ബിബിൻ ആഷിൻ, ടോമി എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, തൊടുപുഴ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ഉപ്പുതറ ടൗൺ. സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ് ഉപ്പുതറ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. കാൽനടയായി പോലും ടൗണിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപകടങ്ങളും ടൗണിൽ നിത്യസംഭവം. ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ മേഖലയാണ് ഉപ്പുതറ. എറണാകുളം തേക്കടി സംസ്ഥാന പാത കടന്നു പോകുന്നതും ഉപ്പുതറ ടൗണിലൂടെയാണ്. എന്നാൽ ടൗണിലൂടെ കടന്നു പോകണമെങ്കിൽ ഗതാഗത കുരുക്കഴിയാൻ കാത്തിരിക്കേണ്ടി വരും ഏറെ നേരം. ഇടുങ്ങിയ ടൗണിന്റെ ഇരുവശവും ടൗണിലേക്ക് എത്തുന്ന വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികർക്കും ഗതാഗത കുരുക്ക് മൂലം കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഹൈറേഞ്ചിലെ ആദ്യത്തെ കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറ പ്രദേശത്ത് ഇപ്പം ആ ടൗൺ സ്ഥിതി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് എറണാകുളം തേക്കടി സ്റ്റേറ്റ് ഹൈവേ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പണ്ട് PWD 30 മീറ്റർ വീതി എടുത്തുകൊണ്ട് ആ റോഡ് ചെയ്യുന്നതിന് വേണ്ടി അന്ന് നോട്ടീസ് പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് ആ നടപടി നടന്നിട്ടില്ല. എന്താണെങ്കിലും റോഡിൻ്റെ വലിപ്പത്തിൽ അധികം എന്ന് പറഞ്ഞതുപോലെ ഉപ്പുതറയിൽ ഇപ്പം വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ മേലാത്തൊരവസ്ഥയാണ് സംഭവിക്കുന്നത്. രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അതിന് നടുവിലൂടെ കട്ടപ്പനയിലേക്കും അതുപോലെ തന്നെ കുമളിക്കുമൊക്കെ പോകുന്ന ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നടന്നു പോകാൻ മേലാത്ത ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോഴും പഞ്ചായത്തോ പോലീസോ ഇതിനുവേണ്ടി ഇടപെടൽ നടത്തുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. KR ഗൗരിയമ്മയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി JSS പ്രവർത്തകർ. JSS നേതൃത്വത്തിൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്ക് അന്നദാനം നടത്തി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. കരുത്തുറ്റ സ്ത്രീത്വത്തിന്റെ എക്കാലത്തെയും മാതൃകയായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന KR ഗൗരിയമ്മയുടെ 107ാം ജന്മദിനം
പ്രവർത്തകർ ഇത്തവണ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയും സഹായങ്ങൾ എത്തിച്ചു നൽകിയുമാണ് ആഘോഷമാക്കിയത്. ഇതിന്റെ ഭാഗമായി ആനച്ചാൽ ചെങ്കുളം മേഴ്സി ഹോമിലെ അന്തേവാസികൾക്കായി അന്നദാനം ഒരുക്കി. മേഴ്സി ഹോമിൽ നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരധ്യായമാണ് KR ഗൗരിയമ്മ എന്ന ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീമതി KR ഗൗരിയമ്മ എന്നുള്ളത് ചരിത്രം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു അധ്യായം രചിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു KR ഗൗരിയമ്മ. കേരളം ഉടലെടുത്ത കാലഘട്ടം മുതൽ ഇതുപര്യന്തമുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തൊഴിലാളി സമൂഹത്തെ നേരായ ദിശയിൽ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു. പരിപാടിയിൽ JSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ ഉണ്ണികൃഷ്ണൻ മധുമല സ്വാഗതം ആശംസിച്ചു. UDF ദേവികുളം നിയോജക മണ്ഡലം കൺവീനർ OR ശശി മുഖ്യപ്രഭാഷണം നടത്തി. ചെയർമാൻ MP സൈനുദ്ദീൻ, CMP ജില്ലാ സെക്രട്ടറി KA കുര്യൻ, വാർഡ് മെമ്പർ റെജിമോൻ കൊന്നത്തടി, മേഴ്സി ഹോം പ്രസിഡന്റ് സണ്ണി തയ്യിൽ, TK സതീശൻ, SK ജയൻ, SK അജയൻ, മാത്യു മാനുവൽ, മോളി മാത്യു, PK സുനിൽ, സജി മുട്ടത്തുകുന്നിൽ, അനീഷ് ജോസ്, CK കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, ആനച്ചാൽ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റും ഇടതുപക്ഷ ഭരണസമിതിയും നടത്തിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവരുന്നതിന്റെ ജാള്യത മറയ്ക്കാനാണ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു. താൻ മെമ്പറായതിനു ശേഷം വാർഡിലെ ഒരു റോഡ് പോലും ആസ്തി രജിസ്റ്ററിൽ ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. നിലവിലുള്ള റോഡുകൾക്ക് മാത്രമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതെല്ലാം പഞ്ചായത്ത് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച റോഡിൽ കലുങ്ക് നിർമ്മിക്കാൻ മുൻ ഭരണസമിതിയുടെ കാലത്ത് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതെന്നും പണി പൂർത്തിയായിട്ടുള്ളതെന്നുമാണ് ഫ്രാൻസിസ് പറഞ്ഞത്. പാൻകർക്കിനെ സ്വാധീനിച്ചുകൊണ്ട് ഞാൻ തിരുത്തി എന്നുള്ള ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന റോഡിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 2019-2020 സാമ്പത്തിക വർഷം കലുങ്ക് നിർമ്മാണത്തിനായി 2 ലക്ഷം രൂപ വെക്കുകയും അത് AS ആയി TS ആയി ടെൻഡർ നടപടികളിലേക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സാഹചര്യമുണ്ടായി. ആ വർക്കും ഞാൻ വന്നതിന് ശേഷമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്തിയിലില്ലാത്ത ഒരു റോഡിന് എങ്ങനെ ഭരണാനുമതി ലഭിക്കുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഈ ഭരണാനുമതി ലഭിച്ച് വർക്ക് പൂർത്തീകരിച്ചതോടുകൂടി തന്നെ പ്രസിഡന്റിന്റെ വാദം അടിസ്ഥാനപരമായി വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയാനായി. BJP പുളിങ്കട്ട ബൂത്ത് പ്രസിഡന്റായിരുന്ന CK കലേഷിന്റെ 2ാം ചരമദിനാചരണ പരിപാടിയുടെ ഭാഗമായി പുളിങ്കട്ട വാർഡിൽ നിന്നും കഴിഞ്ഞ BTTM SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ആദരവ് BJP പുളിങ്കട്ട ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. യോഗം SNDP കൂവലേറ്റം ശാഖായോഗം സെക്രട്ടറി TN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP ഇടുക്കി ജില്ലാ സെക്രട്ടറിയും പുളിങ്കട്ട വാർഡ് ഇൻചാർജുമായ സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. KK രാജപ്പൻ, PK സജിമോൻ, CV അഷ്ടമൻ, സുധീഷ് ചന്ദ്രൻ, ശ്രീജ അനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോഴും 70,000-ത്തിലധികം ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയില്ല. സേനാപതി പഞ്ചായത്തിലെ സ്വർഗംമേട്ടിൽ കയ്യേറ്റം. കാത്തിപ്പാറ വില്ലേജിന്റെ ഭാഗമായി മലമുകളിൽ വലിയ രീതിയിൽ കയ്യേറ്റം നടത്തിയെന്നാരോപിച്ച പരിസ്ഥിതി സംഘടന.
വയോധികം മാത്രമുള്ള സമയം KCB ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.